வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசவே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே வேறென்று வித என்று வீழ்த்தூவும் மழை என்ற இதயங்கள் தோட்டம் பூ பூக்குதே வாலின்றி போரின்றி வலிக்கின்ற யுத்தம் என்று இதயவனுக்குள் என வெல்லுதே இதயம் முழுக இருக்கும் இந்த தயக்கம் எங்கு கொண்டு நிறுத்தும் இதை அறிய எங்கு கிடைக்கும் விளக்கம் அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் முதலிரே അമ്മ ജിയനെ കണ്ടോ? ഇല്ലടാ, ഇവിടെ എവിടെയെങ്കിലും കാണും. അല്ല, 24 മണിക്കൂർ ആ കൊച്ചു നിന്നെ തന്നെ കാണാൻ പാടുള്ളൂ എന്നുണ്ടോ? അതല്ല അമ്മ, എണീറ്റത് മുതൽ അയാളെ ഞാൻ കണ്ടില്ല, അതാ. ഇവിടെ എവിടെയെങ്കിലും കാണും, അല്ലാതെ അവിടെ പോവാനാ? മോളെ തിരക്കി മോന് ഇവിടെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. മോളെവിടായിരുന്നു? ഞാൻ പുറത്തുണ്ടായിരുന്നു ആൻറ്റി. അയാളെ ഞാൻ കണ്ടായിരുന്നു. മോളെ ഞാനൊന്ന് കാണുമെന്ന് കരുതിയിരിക്കായിരുന്നു. മോന് പറഞ്ഞു മോള് നാട്ടിലേക്ക് പോകുന്നുണ്ടെന്ന്. എന്നാ മോള് പോന്നേ? ഒരു 2-3 ദിവസം കഴിഞ്ഞ് പോവാന്നാണ് വിചാരിക്കുന്നത്. അതിലിനി മാറ്റം ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. മോളെ, എനിക്കാണേ മോളോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ ആൻറ്റി? ആൻറ്റി കാര്യം പറയും. അതെന്താന്ന് വെച്ചാ മോളെ, സാറില്ല, മോള് സംസാരിക്കൂ, ഞാൻ പിന്നെ പറയാം. ഹലോ, എൻ്റെ പൊന്നു നീതു, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വല്ല ടർട്ടിലിനൊക്കെ എടുത്തിടാന്. എടി, എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടല്ല നിൻ്റെ അടുത്ത് ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് തരാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒക്കെ എൻ്റെ തെറ്റാ. ജർച്ചായൻ പറഞ്ഞതുപോലെ വല്ലതും കേട്ടാൽ മതിയായിരുന്നു. പ്രായപൂർത്തിയായ 2 എണ്ണത്തിനെ ഒറ്റയ്ക്ക് പ്രശ്നം പരിഹരിക്കാനേ ആ ഹോട്ടൽ റൂമിൽ കൊണ്ടിട്ട ഞാൻ. എൻ്റെ കർത്താവേ, ഇത് വല്ലതും മമ്മി അറിഞ്ഞ തീർന്ന് നീയും ഞാനും. എടി, അത് സാഹചര്യങ്ങളുടെ കിടപ്പശം. പോടി എണീറ്റ്. ഇതിനായിരുന്നു ഞാൻ നിന്നെ അതിനകത്തോട്ട് പറഞ്ഞു വിട്ടത്. ഞാനിനി എന്തിനാ ഇത് പറയുന്നത്? പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പോവാ. കുറെ നേരമായല്ലോ രണ്ടാളൂടി. എന്തായിരുന്നു അതിനകത്ത്? ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കോളേജ് ഗോസിപ്സ് ഒക്കെ ആയിട്ട്. അല്ല മമ്മി, അന്ന് അലക്സി ചായൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാളായല്ലോ, ഇതുവരെ കാണുന്നില്ല. അത് അലീന വന്നിട്ടുണ്ടെന്ന്. ഇനി അവള് പോയിട്ടേ അവനിങ്ങോട്ട് വരും. അല്ല ജീനെ, നിനക്ക് മാറ്റി ചായനെ വല്ലപ്പോഴെങ്കിലും വിളിച്ചൊന്ന് കാര്യം അന്വേഷിച്ചൂടെ? എപ്പോൾ വിളിച്ചാലും നിന്നെ തിരക്കും. എനിക്ക് വിളിക്കണമെന്നൊക്കെ ഉണ്ട് മമ്മി, പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് സമയം കിട്ടാത്തോണ്ടല്ലേ. അതെ അതെ, പക്ഷെ കറങ്ങാൻ പോകാനൊക്കെ എൻ്റെ മോക്ക് നന്നായിട്ട് സമയം കിട്ടുന്നുണ്ട്. എന്നതാ മമ്മി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നില്ലേ കൊച്ചേ, എനിക്ക് പിടിക്കാത്ത എന്തേലും കൊണ്ടാ നീ വരുന്നെങ്കിലേ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടേ നീ പോകൂ. എന്താ മമ്മി ഇങ്ങനെ? ഞാൻ ചോദിച്ചോട്ടെ, ഉണ്ടെങ്കിൽ ഉണ്ടെന്നോ ഇല്ലെങ്കിൽ ഇല്ലെന്നോ പറഞ്ഞാൽ മതി. ആദ്യം കാര്യം കേൾക്കട്ടെ, എന്നിട്ട് പറയാം. അതായത് മമ്മി, നമ്മൾ നാട്ടിലുണ്ടായിരുന്നപ്പോഴേ മമ്മി എപ്പോഴെങ്കിലും പപ്പയുടെ ഓർമ്മയ്ക്കോ മറ്റോ ചേച്ചി അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? അവളെയോ? അതിനവൾക്ക് അങ്ങോട്ടേക്കൊന്ന് വരാനോ നമ്മൾ ചത്തോ ജീവിച്ചിരിപ്പണോ എന്ന് അറിയാനോ ഒന്നും നേരം ഉണ്ടായിരുന്നില്ലല്ലോ. മമ്മിയുടെ സംസാരം കേട്ടാൽ തോന്നും ചേച്ചി അങ്ങനെ വന്നിരുന്നെങ്കിൽ മമ്മി ചേച്ചി ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചേനെന്ന്. എല്ലാം മറന്ന് അവളെ അങ്ങനെ സ്വീകരിക്കാനേ ഞാൻ അത്ര വലിയ പുണ്യാളത്തിയൊന്നുമല്ല, ഒരു സാധാരണക്കാരിയാ. ഭർത്താവിനെയും മക്കളെയൊക്കെ ഒരുപാട് സ്നേഹിച്ച് ജീവിച്ചിരുന്ന ഒരാള്. ഓ മതി മതി, നമുക്കിത് ഇവിടം കൊണ്ട് നിർത്താം, ഇല്ലേ ശരിയാവുമല്ല. പക്ഷേ ഇല്ല മമ്മി, ചേച്ചി എല്ലാ വർഷവും പപ്പയുടെ ഓർമ്മ സമയത്ത് നാട്ടിലേക്ക് വരാറുണ്ടായിരുന്നു എന്ന്. ഇത് ഞാൻ പീറ്റർ ചായൻ പറഞ്ഞറിഞ്ഞതാ. ഓ
ഇതെന്നാ ഇതിപ്പോ ഇങ്ങനൊരു മഴ? കാലം തെറ്റി പെയ്യ, നനഞ്ഞ പനി ഉറപ്പാ. എന്തേ നിനക്ക് നനയണോ? എന്നിട്ട് പനി പിടിച്ച് കിടന്നിട്ട് ഈ വീട്ടിലെ ജോലി മുഴുവൻ എന്നെ കൊണ്ട് ചെയ്യിക്കാനാ? അതെ, അത് തന്നെ എൻ്റെ മനസ്സിലിരിപ്പ്. കുനിഞ്ഞൊരു കുപ്പ പോലും എടുക്കാത്ത നിങ്ങളെ കൊണ്ട് ഈ വീട്ടിലെ 2-3 ദിവസത്തെ ജോലി മുഴുവൻ എടുപ്പിക്കണമെന്ന്. ആഹാ, കൊള്ളാലോ. നീ ഇവിടെ പണിയെടുക്കുന്നത് പോലല്ല, ഞാൻ ഓഫീസിലും പോയി പണിയെടുക്കുന്നുണ്ട്. ഓ ഉണ്ടേ, ഞാൻ ചെയ്യുന്നതൊന്നും പണിയല്ലല്ലോ. പിന്നെ ഞാൻ ഉറങ്ങാൻ പോവാ. ആ ഫ്രണ്ടിലെ ഡോർ അടച്ചോന്ന് നോക്കണേ. നോക്കാം. അടച്ചില്ലെങ്കിൽ അടച്ചേക്കണേ. എന്നെ കണ്ടിട്ട് ബുദ്ധി ഇല്ലാത്തതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, പറഞ്ഞില്ലേ ചെയ്യത്തില്ല. നിങ്ങൾ അപ്പനും മോനും എല്ലാം കണക്കല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോ അവള് മനഃപൂർവ്വം എന്നെ ഇഗ്നോർ ചെയ്ത് നടക്കുമായിരുന്നല്ലേ? നൈറ്റ് ഫുഡ് കഴിക്കാതിരുന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അവളെൻ്റെ മുഖത്ത് നോക്കിയത് പോലും ഇല്ല. സാരമില്ല, അവൾ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. അപ്പം ചോദിക്കാം. അല്ല, പറഞ്ഞോണക്ക് ടൈം ഇത്രയായല്ലോ, അവൾ ഇതുവരെ വന്നില്ല. അമ്മയൊക്കെ കടന്നിട്ടുണ്ടാവുമല്ലോ. അവളിനി എന്നെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വേറെ എവിടെങ്കിലും എന്തായാലും ഒന്ന് പോയി നോക്കിയേക്കാം. ഓ, ഇതെന്ത് ഇടിയും മഴയാ കർത്താവേ. ഇതാരായി ഫ്രണ്ടിലെ ഡോർ തുറന്നിട്ടിരിക്കുന്നേ? ഇനി അവളെങ്ങാണാണോ? മഴ കാണാൻ മറ്റോ പുറത്തു പോയോ? ജിയ, ജിയ, ഇയാൾ ഈ മഴയത്ത് എവിടെ? ജിയ, എടോ, എന്താടോ തനിക്ക് എന്തു പറ്റി? താനെന്തിനാ മഴയത്ത് നിൽക്കുന്നേ? പീറ്റർ, അവിടെ അവിടെ എന്താ അവിടെ? അവിടെ ഒന്നും ഇല്ലടോ. അല്ല പീറ്റർ, ഞാൻ കണ്ടതാ അവിടെ. ഏയ് ജിയ, ജിയ, എടോ ജിയ. കൊച്ചിന് എന്നാ പറ്റിയടാ? എനിക്കറിയാൻ പാടില്ലപ്പാ. അപ്പനൊന്ന് അമ്മയെ വിളിച്ചേ. നീ ഇങ്ങോട്ട് കിടത്ത്, ഞാൻ പോയി ആനിയെ വിളിച്ചോണ്ട് വരാം. കർത്താവേ, എന്നതാടാ ഇത്? കൊച്ചിന് എന്നാ പറ്റി? അറിയാൻ പാടില്ല അമ്മ. ഇയാളാണെ വിളിച്ചിട്ട് എണീക്കുന്നില്ല. മോളെ ജിയ, ചൂടുണ്ടല്ലോടാ. ഈ കൊച്ചെന്തിനാ മഴയത്ത് പോയേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാലം തെറ്റി പെയ്യുന്നതാണ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ. പിന്നെ അയാൾ എന്തായിരിക്കും കണ്ടു എന്ന് പറഞ്ഞത്? താൻ വർക്ക് ചെയ്യാണോ? ഇതന്നെ അവളുടെ വായിൽ പൂച്ച വെട്ടി കിടപ്പുണ്ടോ? ഇന്നലെ മനുഷ്യനെ എത്ര ടെൻഷനാക്കിയിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എടോ, ഇത് തനിക്ക് വേണ്ടിയിട്ട് അമ്മ തന്നതാ, ഇത് കഴിക്ക്. ഇപ്പൊ എനിക്കൊന്നും വേണ്ട പീറ്റർ. അത് പറഞ്ഞാ പറ്റുകയല്ല. താനിത് കഴിക്ക്, മരുന്നൊക്കെ കഴിക്കാനുള്ളതാ. താൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതൊന്ന് പോവോ? ഞാൻ എന്ത് ഡിസ്റ്റർബ് ചെയ്തു എന്നാ തന്നെ? ഇത് കഴിക്കാനല്ല ഞാൻ പറഞ്ഞുള്ളൂ. എന്തുവാ കൊച്ചുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നേ? ഓ, ഇപ്പൊ മൊത്തത്തിൽ ഞാനായി പ്രശ്നക്കാരൻ. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ അമ്മ തന്നത് കൊണ്ട് കൊടുത്തതേ ഉള്ളൂ. ആൻറ്റി, എനിക്ക് ഇപ്പൊ ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല. അത് പനി ഉള്ളി കിടക്കുന്നോണ്ട് തോന്നുന്നതാ. ഒരു കാര്യം ചെയ്യ്, ഇത് കുറച്ച് കഴിക്ക്, എന്നിട്ട് മരുന്നൂടെ കഴിച്ചിട്ട് മോളൊന്ന് കിടന്നുറങ്ങി നോക്ക്. ആൻറ്റി, എനിക്ക് ശരിക്കും ഇത് വേണ്ട. ഏയ്, അതൊന്നും പറഞ്ഞാൽ പറ്റുകയില്ല. നീ അതിങ്ങടുത്ത്. മമ്മി, ഇനി എനിക്കാണേ. മമ്മി,
ഇതാ ഇത് കഴിക്കുമോളെ. ഇനി മോള് കുറച്ചു നേരം ഉറങ്ങിക്കോ, അപ്പം എല്ലാം മാറും. ആൻറ്റി അത് കുറച്ചു നേരം ഇവിടെ ഇരിക്കുമോ? ഞാൻ ഉറങ്ങുന്നത് വരെ മതി. അത്രേ ഉള്ളോ? അതിനെന്താ? Let me just say one thing, one thing, one thing, one thing. Peace. Waking up fucking in the morning. ഞാൻ പുറത്ത് തന്നെ നിപ്പുണ്ട്, നേരെ ഇങ്ങ് പോരെ. മോളെ വെള്ളത്തിനാണെങ്കിൽ ഇതിന്ന് എടുക്കണ്ട, ഇതോ ആ കാലത്ത് ഇരിക്കുന്ന എടുത്തോ. ആ ആൻറ്റി. മോക്കിപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഏയ് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ആൻറ്റി. അത് പിന്നെ മോളെ, ഞാൻ അന്ന് മോളോടൊരു കാര്യം പറയാൻ വന്നത് ഓർക്കുന്നുണ്ടോ? ആ ആൻറ്റി, ഇന്നലെ ആൻറ്റി പറഞ്ഞതല്ലേ, ഞാനത് പിന്നീട് ചോദിക്കാൻ വിട്ടുപോയി. എന്തായിരുന്നു ആൻറ്റി അത്? അതെന്താന്ന് വെച്ചാൽ മോളെ, മോൾക്കറിയാലോ പീറ്റർ ഒറ്റ മോനായതുകൊണ്ട് അവൻ്റെ ഓരോ കാര്യങ്ങളും വളരെ നന്നായിട്ട് നടത്തണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എല്ലാം അങ്ങനെ തന്നെയാണ് നടത്തിയത്, അവൻ്റെ കല്യാണം ഒഴികെ. എനിക്കറിയാം എന്തോ സാഹചര്യം കൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് കല്യാണം കഴിച്ചതെന്നൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ മോളെ, നമുക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് ഒരു മിന്നുകെട്ട് നടത്തിയാലോ? അധികം ആരും വേണ്ട, നമുക്ക് അടുത്തുള്ളവർ മാത്രം വെച്ചിട്ട് ചെറിയൊരു ചടങ്ങ്. അത് ആൻറ്റി, ഞാൻ മോനുവിനോട് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല, മോളോട് സംസാരിച്ചിട്ട് പറയാമെന്ന് കരുതി. പിന്നെ മോളി കുടുംബത്തിലൊരു അംഗമാണെന്ന് എല്ലാവരെയും അറിയിക്കണം എന്നുള്ളൊരാഗ്രഹം കൂടി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. മോള് മറുത്തൊന്നും പറയരുത്. ആൻറ്റി പീറ്ററിനോട് സംസാരിച്ചോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. സന്തോഷമായി മോളെ, ഒരുപാട് സന്തോഷമായി. എൻ്റെ കർത്താവേ, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്? സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, ആളുകളെ വിളിക്കണം. ഞാൻ ഇത് പോയി മോനോട് പപ്പയെടുത്ത് പറയട്ടെ. ഇതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, കല്യാണം നടത്താൻ പോവാത്ര. താൻ അമ്മ നിർബന്ധിച്ചിട്ടാണോ അതോ തനിക്ക് ഓക്കെ എന്ന് തോന്നിയിട്ടാണോ അങ്ങനെ പറഞ്ഞത്? എന്താ? കല്യാണത്തിന് ശരിക്കും തനിക്ക് ഓക്കെ ആയിട്ടാണോ അമ്മയടുത്ത് അങ്ങനെ പറഞ്ഞതെന്ന്? വി ആർ ഓൾറെഡി സോർട്ട് ഓഫ് മാരീഡ് ഇൻ പേപ്പേഴ്സ്. പിന്നെ ഇതാണോ കാര്യം? ഇതങ്ങനെ അല്ല ജിയ, ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്. താനിത് എന്തറിഞ്ഞിട്ടാ? പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? ഇതൊരു ഫേക്ക് മാരേജ് ആണ്. കുറച്ച് മന്ത്സ് കഴിയുമ്പോൾ ഞങ്ങൾ ഡിവോഴ്സ് ആകും. അപ്പോൾ തന്നെ കൊണ്ട് വേറെ കെട്ടിക്കാം. അപ്പോൾ ആൻറ്റി ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം ആർഭാടാക്കി നടത്താമെന്ന് പറയണമായിരുന്നോ? അങ്ങനെ അല്ലടോ. പിന്നെ എങ്ങനെയാ പീറ്റർ? ഐ ഡോണ്ട് കെയർ അബൌട്ട് എൻ്റെ റിച്വൽസ്. ഒരു കല്യാണമൊന്നും ഞാൻ മനസ്സിൽ പോലും കാണാത്ത കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടം വരെയായി കാര്യങ്ങൾ. ആരും അറിയാതെ കുറച്ച് മാസം കഴിയുമ്പോൾ രണ്ട് വഴിക്ക് പോകേണ്ടവരായിരുന്നു നമ്മൾ. കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് താൻ ഒറ്റൊരാളാണ്. ആൻഡ് ഐ എം സ്റ്റിൽ ഡൂയിങ് ഫേവേഴ്സ് ഫോർ യു ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ ഗെറ്റ്. എടോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് ആക്ട് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ പീറ്റർ. ജസ്റ്റ് ഡു ഇറ്റ്. ഒന്നുമല്ലല്ലോ, ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ആർ യു ഷ്യൂർ ജിയ, ആർക്കും നഷ്ടം ഉണ്ടാവില്ല എന്ന്? യെസ്, ഡാം ഷുവർ. അല്ലെങ്കിൽ തന്നെ ഈ ഒരു ഫേക്ക് മാരേജിൽ നിന്ന് എനിക്കെന്ന് നഷ്ടപ്പെടാനുള്ളത്? യെസ്, യു ആർ റൈറ്റ്. ഫേക്ക് മാരേജ്.
ഇതെന്താ ഇത്? രണ്ടുപേരോട് കുറെ നേരം ആയല്ലോ. ആ എടാ, നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ അവരെ കൂടെ വിളിക്ക്. ഞാനും പപ്പയെ ഏതാണ്ട് കഴിഞ്ഞു. അമ്മയും അപ്പയും കൂടെ വേണ്ടവരെയൊക്കെ വിളിച്ചാൽ മതി. എനിക്ക് പ്രത്യേകിച്ച് ആരാ ഉള്ളത്? അനി, നീ അവളെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഞാൻ വിളിച്ചതാ ചായ. അവരെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുക്കുന്ന കാര്യം പറയുന്നത് കേട്ടു. ഇനി ചിലപ്പോൾ അതായിരിക്കും ലേറ്റ് ആവുന്നത്. ഇനി അവള് വന്നിട്ട് എപ്പോ തുണി എടുക്കാനൊക്കെ പോവാനാ? ആ, അത് അവരാണെന്നാ തോന്നുന്നത്. ഇപ്പൊ സമാധാനായി. ഏടത്തിയെ, ഇങ്ങോട്ടൊന്ന് വായോ. എന്റെ തടി വെച്ചെടി സാധനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കുന്നേ. അതന്നെ ഏടത്തി, അങ്ങനെ ഒരു വർത്താനം. കല്യാണ വീടല്ലയോ, എന്താ വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആളുകളൊക്കെ വരുന്നല്ലേ, വല്ലൊക്കെ വെള്ളം കലക്കി കൊടുക്കണ്ടേ അവർക്ക്. എടി പൊട്ടി, അതിന് നമ്മൾ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചേക്കല്ലേ എല്ലാം. അവര് നോക്കിക്കോളൂന്ന്. ഓ, ഞാൻ ഈ കല്യാണത്തിന്റെ ആവേശത്തില് അത് ഇടയ്ക്കിടയ്ക്ക് മറന്നുപോയി. ആയിരിക്കട്ടെ, എന്തായാലും ഒരു കല്യാണ വീട് തന്നെയല്ലേ. ആ അതല്ല, ഇടത്ത് ഇങ്ങോട്ട് മാറിക്കോ, ഞാൻ പോയി കൊച്ചിനെ ഒന്ന് കാണട്ടെ. എന്റെ പൊന്നോ, അതിങ്ങനെ ഒരു സാധനം. അളിയോ, അവിടെ നടുവേദനയാണെന്ന് പറഞ്ഞ് കള്ളമടിച്ച് നിൽക്കാതെ ഇതൊന്നും ഇറക്കി വെച്ചേ. എടാ, നിനക്കെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? നീ എന്തിനാ ഈ പലർക്കും പച്ചക്കറിയും കൊണ്ട് ഇങ്ങോട്ട് വന്നേ? എന്റെ പൊന്നളിയ, അളിയൻ അളിയന്റെ പെങ്ങളെ അറിയാൻ പാടില്ലേ? ഞാനെന്നാ ചെയ്യാനാന്ന്? എനിക്ക് പറയാനല്ല പറ്റൂ. അത് നേരെ. അയ്യോ, ഏടത്തി പറഞ്ഞ പോലെ തന്നെ എന്ത് ഭംഗിയ കൊച്ചിനെ കാണാന്. എന്നെ മനസ്സിലായില്ല അല്ലയോ? ഞാനേ വിൻസെന്റ് ചായന്റെ അനിയത്തിയാ, ജസ്ലിന്റെ അമ്മ സിസിലി. ആന്റി പറഞ്ഞായിരുന്നു ഇന്ന് വരുന്നു. ഞാനേ എത്താൻ കുറച്ച് ലേറ്റായി പോയി. ഏടത്തി ഇച്ചായനും കൂടെ എല്ലാരും വിളിക്കുന്ന തിരക്കിലല്ലായോ, അപ്പൊ ഞാൻ കരുതി ബാക്കിയെല്ലാം ഞാൻ നോക്കാന്ന്. അല്ല, മോള് റെഡി ആയിരിക്കുമല്ലേ? ആ അതെ ആന്റി. എന്നാ മോള് വാ, നമുക്ക് താഴോട്ട് പോവാം, അവിടെ എല്ലാരും ഉണ്ട്. മമ്മി വന്നിട്ട് എന്നെ തിരക്കിയില്ലല്ലോ. അയ്യോ, ഞാൻ തിരക്കി. ഏടത്തിയോട് ചോദിച്ചു നോക്ക്. ഇച്ചായ, ഇതാ ജിയ മോള്. മനസ്സിലായി. അല്ല, മൂക്കിപ്പോ എങ്ങനെയുണ്ട്? സുഖമില്ലാന്നൊക്കെ പറയുന്ന കേട്ടു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അങ്കിൾ, ഓൾ ഓക്കെ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. ഇനിയും സമയമുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഇറങ്ങാം. ഓ ഏടത്തി, എനിക്ക് ഈച്ചാനെ പിടിക്കുന്നില്ല കേട്ടോ. ഒരു മാറ്റം ഇല്ലല്ലോ എപ്പോഴും. ഇതിനെ എങ്ങനെ സഹിക്കുന്നു? മതി മതി, ഇനി നമുക്ക് ഇറങ്ങാം. 2 വണ്ടിയിലിട്ട് പോയാൽ പോരെ തോമസേ? അതാകുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ തിരക്കുണ്ടാവില്ലല്ലോ. അത് മതി അളിയ. എന്റെ വണ്ടിക്കകത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ഇവിടുത്തെ വണ്ടിയിൽ പിള്ളേരെ 2 പേരും കൂടെ വരട്ടെ. അതെന്താ, ഞാൻ പിള്ളേരുടെ കൂട്ടത്തിലുള്ളതല്ലേ. ഞാൻ പീറ്റർച്ചാൻ്റെ കൂടെ പോകുള്ളൂ. എനിക്കിങ്ങും വയ്യ നിങ്ങൾ എൽഡർ പീപ്പിൾസിന്റെ കൂടെ വരാൻ. നിനക്ക് എന്നാ തടി കൊച്ചേ? അവർ 2 പേരോട് വരട്ടെ, നീ ഞങ്ങളുടെ കൂടെ വാ. അത് സാരമില്ല അമ്മായി, അവളും ഞങ്ങളുടെ കൂടെ വന്നോളും, കുഴപ്പമില്ല. എന്നാ ശരി, നമുക്ക് ഇറങ്ങാം അപ്പോൾ. തൊട്ടവാടി നീ ദുപ്പട്ട വാലി, തൊട്ടപാടെ ഉള്ളാകെ ഭോലി ഭാലി, കയ്യാകെ മിന്നി മിന്നി രംഗ് രംഗോലി, കണ്ണാകെ പൂക്കട പൂത്തിരി നീ ദിവാലി. കണ്ണിടഞ്ഞുവോ അതിലുലഞ്ഞുവോ, ചിരി വിരിഞ്ഞുവോ അതിലലിഞ്ഞുവോ, दुपट्टा वाली दुपट्टा वाली, തൊട്ടവാടി നീ दुपट्टा वाली.
ഞാനും നീയും രാവും അമ്പിളിയും മൂടമഞ്ഞും ചൂടിൻ തുമ്പിളിയും കാരിൽ പാടും പാട്ടിൻ വരിയാകെ ഞാനോ തേടും നമ്മെ അതിലാകെ പാത്ത് വന്ന് ചൊല്ലുമെന്റെ കാതിലിങ്ങനെ കേട്ട പാടി ഉള്ളിതെന്റെ പൂത്തതെങ്ങനെ. എടത്തി, ഇനി എനിക്കൊരടി അനങ്ങാൻ പറ്റത്തില്ല. വേണ്ടാന്നേ, നീ ഇന്ന് ഇവിടെ തന്നെ കിടന്നു. ചാച്ചനോട് ഞാൻ വല്ലതും പറഞ്ഞോ? ജിയ മോളെ, ഞാൻ കുറച്ചു നേരം ശ്രദ്ധിക്കുന്നു. മോക്ക് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോകണോ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല ആൻറ്റി. മോനുമായിട്ട് വഴക്ക് വല്ലതും ഉണ്ടായോ? അല്ല, രാവിലെ മുതൽ നിങ്ങളങ്ങനെ സംസാരിക്കുന്നൊന്നും കണ്ടില്ല. മോളെ, എല്ലാ ബന്ധങ്ങളിലും അടിയും വഴക്കും തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവും. അതൊക്കെ സർവ്വസാധാരണ. പക്ഷേ നമുക്ക് മനുഷ്യന്മാർക്കല്ലേ കർത്താവ് ചിന്തിക്കാനും ഇടപഴകാനും സംസാരിക്കാനും ഒക്കെയുള്ള കഴിവ് തന്നിരിക്കണത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അധികം നീട്ടിക്കൊണ്ട് പോവാതെ എല്ലാം സംസാരിച്ച് തീർപ്പാക്കുന്നതല്ലേ നല്ലത്. ഒന്നുമല്ലേലും നമുക്ക് മനുഷ്യന്മാർക്ക് അധികം ആയുസൊന്നും ഇല്ലല്ലോ. ഉള്ള സമയം ഒരുമിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നതല്ലേ നല്ലത്. ഞാൻ മോളോട് ഇത് പറഞ്ഞത് മോളുടെ ഭാഗത്താ തെറ്റെന്ന് കരുതിയിട്ടില്ല. നാളെ നല്ലൊരു ദിവസമല്ലേ, അപ്പോൾ നിങ്ങൾ രണ്ടും ഇങ്ങനെ മിണ്ടാതിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഏയ്, ഞാനങ്ങനെ കരുതിയില്ല ആൻറ്റി. എന്നാ മോളിൽ ചെന്ന് കിടന്നോ, നാളെ നേരത്തെ എണ്ണിക്കാനുള്ളതല്ലേ. ആൻറ്റി, ഇച്ചായ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കീഴ്. നിങ്ങളുടെ കല്യാണം ഇല്ല ഇന്ന്. ഓ, അതിനിപ്പോ എന്നതാ നീ? സ്വന്തം കല്യാണം അല്ലെങ്കിൽ കുളിക്കാൻ പാടില്ല എന്നുണ്ടോ? കുളിക്കാൻ പാടില്ല എന്നല്ല, നിങ്ങൾ സമയം കണ്ടോ? ഈ പള്ളിയിൽ വരുന്നവരെയൊക്കെ ആര് പോയി സ്വീകരിക്കും? ആ വർഗീസ് ഫാമിലിയൊക്കെ പള്ളിയിൽ എത്തിയിട്ടുണ്ടെന്ന്. ഇച്ചായനെ തോമസിനെ കൂട്ടി പള്ളിയിലോട്ട് തന്നെ. അത് വേണ്ടടോ, ഞങ്ങൾ രണ്ടുപേരോടെ പോയാൽ ശരിയാവില്ല. ഞങ്ങൾക്ക് അവിടെ വരുന്നവരുടെ കാര്യം നോക്കാനും പറ്റില്ല, ചടങ്ങിന്റെ കാര്യങ്ങൾ നോക്കാനും പറ്റില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് പോവാം. അമ്മയെ എല്ലാരെയും കൊണ്ടുപോവാം. പിള്ളേർ രണ്ടുപേരും കൂടെ പുറയിലങ്ങ് വന്നോളും. അല്ല, അതിപ്പോ ഇവിടെ പിള്ളേരുടെ കൂടെ ആരും ഇല്ലല്ലോ. എന്തേലും ആവശ്യം വന്നാ? എന്റെ പൊന്നാനി, നീ മന്ദബുദ്ധിയാണോ? അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. എന്നാ പിന്നെ ഞാൻ പോയി പിള്ളേരടുത്ത് പറഞ്ഞിട്ട് വരാം. നീ ഇതുവരെ റെഡി ആയില്ലേ? അത് സമയമുണ്ടല്ലോ. എവിടെ? നിങ്ങൾ ഇതുവരെ ഒന്നും സോൾവ് ചെയ്തില്ലേ? കാര്യം എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ മര്യാദയ്ക്ക് എന്താന്ന് വെച്ചാൽ പറഞ്ഞു തീർത്തിട്ട് രണ്ടാൾ റെഡിയായി വരാൻ നോക്ക്. ഞങ്ങളെല്ലാരും പള്ളിയിലോട്ട് പോവാ. കേട്ടല്ലോ നീ? കേട്ടു. എടോ, എല്ലാരും പള്ളിയിലോട്ട് പോവാത്രേ. നമ്മളോട് റെഡി ആയിട്ട് എത്താൻ പറഞ്ഞു. ഓക്കെ. ഐ എം സോറി ജിയ. താൻ പറഞ്ഞത് ശരിയാ. തനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. എന്നിട്ടും അമ്മ ചോദിച്ചപ്പോൾ മാരേജിന് ഓക്കെ പറഞ്ഞു. പക്ഷെ ഞാനങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു. ഈ മാരേജ് റിച്വൽസ് ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഫീലാണ് തരുന്നത്. പക്ഷെ താനിതൊക്കെ ഒരു വാല്യൂ ഇല്ലാതെ കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത്. സോറി ആൻഡ് താങ്ക് യു ഫോർ ഡൂയിങ് ഓൾ ദീസ് ഫോർ മീ. ഐ എം നോട്ട് ഡൂയിങ് ദിസ് ഫോർ യു പീറ്റർ. ഞാനിവിടെ നിന്ന് ഇത്രയും ദിവസം തൻ്റെ അമ്മയും അപ്പയൊക്കെ എനിക്ക് തന്ന കെയറിങ്, ലവ്, ഇതിനൊക്കെ ഞാൻ എത്ര ചെയ്താലും മതിയാവില്ല. മാത്രമല്ല, ഐ കുഡൻറ്റ് ബ്രിങ് മൈസെൽഫ് ടു സേ നോ ടു ഹെർ. ആൻഡ് പീറ്റർ, ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും
താങ്ക് യു ഫോർ ഇൻട്രൊഡ്യൂസിങ് മീ ടു യുവർ ഫാമിലി. ഇവിടെ എല്ലാവരോടൊപ്പം ഉണ്ടായിരുന്ന ടൈംസ്, ദോസ് വിൽ ബി വൺ ഓഫ് മൈ ബെസ്റ്റ് മെമ്മറീസ്. ഇതൊന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും പോയേനെ. ഇതിപ്പോ പെട്ടെന്ന് എടുത്ത ഡിസിഷൻ ആയി പോയില്ലേ, ആരും വിചാരിച്ചില്ലല്ലോ. എന്നാലും കഷ്ടമായി പോയി. അതെ, തന്നെയല്ല ചേച്ചി ഒറ്റയ്ക്കല്ല അവിടെ. പിന്നെ അവിടെ ഉള്ളവരൊക്കെയോ? എന്റെ ഇച്ചായനോ? അങ്ങനല്ലാന്നേ, അച്ചാച്ചന്റെ കൂടെ അച്ചാച്ചന്റെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ചേച്ചി അവിടെ ഒറ്റയ്ക്കല്ലേ, അങ്ങനെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അങ്ങനെ ആരും ഉണ്ടാവില്ലല്ലോ കൂടെ. ഓ, അതും ഓർത്ത് വിഷമിക്കണ്ട. ഇച്ചായനൊന്ന് കെട്ടാൻ കാത്തിരിക്കായിരുന്നു ഇച്ചായന്റെ അമ്മ. എനിക്കറപ്പാ ആന്റി നിന്റെ ചേച്ചിയെ പൊന്നുപോലെ നോക്കും. അങ്കിളും ഇതേപോലെ തന്നെയാ. പിന്നെ എന്റെ മമ്മിയും പാപ്പയും, അവർക്ക് ചേച്ചിയെ നല്ല കാര്യ. ഫോൺ വിളിക്കുമ്പോ പറയുന്നുണ്ട്. മാത്രല്ല അവര് ഷോപ്പിങ്ങിനൊക്കെ പോയ വീഡിയോ ഇച്ചായൻ അയച്ചിട്ട് ചേച്ചിക്ക് നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. പുള്ളിക്കരുത്തി ചിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ അതില്. അത് നീ പറഞ്ഞത് നേരാ. ആ റോബോട്ടോറയൊക്കെ ലേശം മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാ നിന്റെ ചേച്ചി ചിരിക്കുന്നത് കണ്ടപ്പോ വിശ്വസിക്കാൻ പറ്റിയില്ല. വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ കരുതി വല്ല എയും ആയിരിക്കും അത്. അതെന്താ? അല്ല, ഇവര് പറഞ്ഞത് കേട്ടിട്ട് ഇവരുടെ ചേച്ചി അത്ര ഓപ്പൺ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളെല്ലാം തോന്നി. പക്ഷെ വീഡിയോയിൽ ആള് നല്ല ചിരിച്ച് റിയാക്റ്റീവ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ വന്നൊരു നോർമൽ റിയാക്ഷൻ, അത്രേ ഉള്ളൂ. തിരിച്ചു വന്നിട്ട് ഇതേപോലൊക്കെ കണ്ടാ മതി. മമ്മിയും ചേച്ചിയും മുഖത്തോട് മുഖം നോക്കിയാ തീരുവല്ല. അതപ്പോഴല്ലേ, പിന്നത്തെ കാര്യം പിന്നെ നോക്കാം. ഇപ്പൊ നമുക്ക് കല്യാണക്കാര്യം എന്തായാലും നോക്കാം. അല്ല ചേച്ചി എന്താ കോസ്റ്റ്യൂം? സാരിയാണോ ഗൗണാണോ? ലാസ്റ്റ് ഗൗൺ സെലക്ട് ചെയ്തെന്നാ അച്ചാച്ചൻ പറഞ്ഞത്. ചാച്ചാ ഇങ്ങോട്ട് വന്നേ, പിള്ളേർ ദൈപ്പ വരുമെന്ന്. വരുന്നു. ജിയാനെ ഇച്ചായ വന്ന് വിളിച്ചോണ്ട് വന്നോളും, നീ ഇപ്പൊ വാ. അതെന്നാ? അത് ഇച്ചായനൊരു ആഗ്രഹം. ജിയയുടെ പപ്പയുടെ സ്ഥാനത്ത് നിന്ന് കൊച്ചിനെ കൈപിടിച്ച് കയറ്റണമെന്ന്. ഞാൻ ഇവിടത്തേക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെ അയച്ചാൽ മതി. അല്ലാതെ കുട്ടികൾക്കുള്ള ചോക്ലേറ്റ്സും ക്ലോത്ത്സും ഒക്കെ എല്ലാം ഓക്കെ ആണല്ലോ. വേറൊന്നുമില്ല. അല്ലാതെ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ വന്നിട്ട് പറയാം. മോളൊറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചോ? ഏയ് ഇല്ല അങ്കിൾ. എന്നാ പിന്നെ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചോ, എന്നിട്ട് നമുക്ക് പോവാം. അവിടെ എല്ലാരും മോൾക്ക് വേണ്ടി വെയിറ്റിംഗ്. പാപ്പ ബി വിത്ത് മീ. അപ്പോ പോവാം. എടാ നിന്നെയും കാത്ത് എത്ര നേരമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുക. വേഗം വാ ഇങ്ങോട്ട്. നിനക്ക് എന്ത് ധൃതിയടി? അത് പിന്നെ കുറെ നേരമായില്ല ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്റെ പൊന്നോ, നിനക്ക് ഞാൻ കഞ്ചാവും മയക്കുമരുന്നും ഒന്നും സപ്ലൈ ചെയ്യാൻ വന്നതല്ലല്ലോ. സ്ലീപ്പിംഗ് പിൽസ് തന്നെയല്ലേ? ആ അതൊക്കെ തന്നെ. നീ കൂടുതൽ വാചകം അടിക്കാതെ അത് ഞാൻ തന്നെ. ഇതാ കാശ്. അല്ല ഇതാർക്കാ? അമ്മയ്ക്കാണോ?
അതെ, എന്താ? അല്ല, അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാ. ഓ അല്ല, എന്തായാലും ഈ ഒരു ഹെൽപ്പിന് താങ്ക്സ്. ഓ ആയിക്കോട്ടെ. പിന്നെ ബ്രൈഡിനോടും ഗ്രൂമിനോടും എൻ്റെ ഒരു കൺഗ്രാസ് പറഞ്ഞേരെ. കയറാൻ നേരമില്ല, എനിക്ക് ഒരെണ്ണം വരെ പോകാനുണ്ട്. ഓ പറഞ്ഞേക്കാലോ. ശരിയടി അപ്പോൾ. പിന്നെ കൺഗ്രാറ്റ്സ് അല്ല, കുന്നം പറയും ഞാൻ. ഇന്ന് രാത്രി 2-ന് ഇത് കലക്കി കൊടുക്കും. ഫസ്റ്റ് നൈറ്റ് തേങ്ങാക്കൊല, കിടന്നുറങ്ങട്ടെ രണ്ടും. ഒന്നും നടക്കണ്ട അങ്ങനെ. താഴെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ടോ. എൻ്റെ ഡൗട്ട്? ഇതാണോ ശരിക്കുള്ള ജുവാനിയ, അതോ ഓസ്ട്രേലിയയിലുള്ളതാണോ ശരിക്കത്തെ ജുവാനിയ? ഐ എം നോട്ട് ഷുവർ. പക്ഷെ ഒരു കാര്യമുണ്ട്, വൺസ് വി ഗോ ബാക്ക് ഐ വിൽ ബി ദാറ്റ് ജുവാനിയ. അപ്പോൾ ഞാൻ മുൻജന്മത്തിൽ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ജുവാനിയോട് ഈ വർഷം കാണാൻ സാധിച്ചല്ലോ. ഓക്കെ എവറിത്തിങ് അസൈഡ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ടുമോറോ ഐ ഹാവ് ടു ഗോ ടു മൈ പ്ലേസ്. ഓ ഞാനും വരാം. നോ, ഇറ്റ്സ് ഫൈൻ. കുറേ നാളിന് ശേഷം താൻ തൻ്റെ ബോസിൻ്റെ അബ്യൂസൊക്കെ സഹിച്ച് ഇപ്പോൾ ലീവിന് വന്നതല്ലേ, അതുകൊണ്ട് താൻ ഇവിടെ നിന്നോ? അല്ല, അത് ഞാൻ വെറുതെ പറഞ്ഞതാടോ. അല്ല, അപ്പോൾ താൻ നാളെ എപ്പോഴാണ് പോകുന്നത്? ബൈ നൂൺ. പറഞ്ഞ പോലൊക്കെ ഞാനിവിടെ വന്ന കാര്യം മറന്നുപോയി. തന്നെ താഴേക്ക് എല്ലാവരും വിളിക്കുന്നുണ്ട്. ഓ ഓക്കെ. എൻ്റെ മക്കൾ രണ്ടും ഇങ്ങ് എത്തിയല്ലോ. തോമസേ, നീ കണ്ടോ? നിന്റെ മോളാടാ. അതെനിക്കറിയാലോ അളിയാ. രണ്ടാളും നിങ്ങളെ കാത്തിരിക്കുമായിരുന്നു. ഇരുന്നിരുന്നേ കോലമായി. ഇങ്ങ് വന്നേ, എൻ്റെ മോൾക്ക് ഞാനൊരു ഗ്ലാസ് ഒഴിച്ചു തരാം. എന്താ ഇച്ചാ ഇത്? ഇറ്റ്സ് ഓക്കെ ആൻറ്റി. ഇയാള് കുടിക്കാറുള്ളതാമ്മ. അതാണ് എൻ്റെ മോള്. മേലെ പറമ്പിൽ വിൻസെന്റിന്റെ മോളായാൽ അങ്ങനെ വേണം. അതെ. അല്ല, സിസിലാൻഡി എവിടെ? അമ്മായി നേരത്തെ ഓഫായി. ഞാൻ റൂമിൽ കൊണ്ട് കടത്തിയിട്ടാ തന്നെ വിളിക്കാൻ വന്നത്. ഓ ഇത് തന്നെ പറ്റിയ സമയം. ഡ്രിങ്ക്സിനകത്ത് കലക്കി കൊടുത്തേക്കാം. അതാകുമ്പോൾ സംശയമില്ലാതെ അങ്ങ് കുടിച്ചോളും. എന്നിട്ട് രണ്ടും ഫ്ലാറ്റ്. എനിക്കും സമാധാനം. ആഹാ. എടോ, നീ റൂമിൽ പോവാ. എന്തോ ഓവറായെന്ന് തോന്നുന്നു. ഇന്ന് ബേബിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാനൊരു സാധനം കരുതിയിട്ടുണ്ട്. എന്താ ബേബി ഇങ്ങനെയൊക്കെ ചോദിക്കണേ? അത് തന്നെ, ഞാൻ ഇന്ന് ബേബിനെ സ്വർഗം കാണിക്കും. ഇത് കണ്ടോ? ലോങ് ലാസ്റ്റിംഗാ, ഫുൾ നൈറ്റ്. ഒന്ന് പോ ബേബി. ബേബി, ഇതാണോ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞത്? Keep your hands right there. I pop 2 more, she's in my mind somewhere.